ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ തായ്ലൻഡ് സീരീസ് ഡേ 2. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് എന്നോട് ചോദിക്കുന്നതാണ് പാർട്ട് 2 എപ്പോൾ വരുന്നത്. ഇതാണ് നിങ്ങളുടെ പാർട്ട് 2. സോ ഇന്നത്തെ വീഡിയോയിൽ കോറൽ ഐലൻഡ് ആൻഡ് നമുക്ക് അൽക്കാസർ ഷോ ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തൊട്ടൊരു ഈവനിങ് ടൈം വരെ നമുക്ക് ഫുൾ ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തായ്ലൻഡ് സീരീസിലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഔട്ട്ഫിറ്റായിരുന്നു ഇത്. അപ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, ഇന്ന് വേറൊരാളാണ്. അപ്പം ഇന്നലെയും വേറൊരാളായിരുന്നു നമുക്ക് വന്നിരുന്നത്. ഇന്നത്തെ ആൾ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പട്ടായ പോർട്ടിലോട്ട് പോവാണ്. അപ്പം തൊട്ടടുത്ത് 15 to 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ പട്ടായ പോർട്ട് എത്തി. ഇനി അവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഐലൻഡിലോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകും. അപ്പം നമ്മളിത് പട്ടായ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇറക്കി ഇനിയിപ്പം ഇവിടെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ കയ്യിലോട്ടൊക്കെ കുറേ നമ്പേഴ്സൊക്കെ എഴുതരും. നമ്മളൊരു ഗ്രൂപ്പാണ്, ഒന്നിച്ച് വന്നവരാന്ന് അറിയാൻ വേണ്ടിയാണ് കയ്യിൽ ഈ പെർമനൻറ്റ് മാർക്കറാന്ന് തോന്നുന്നു. 2 ഡേയ്സോളം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. അപ്പം ഇതിൽ കയ്യിൽ നമ്മുടെ ഓരോ നമ്പേഴ്സൊക്കെ എഴുതി തന്ന് ഇനി ഇതാണ് നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്ഥലമൊക്കെ കാണാൻ ഞാൻ അവിടേക്ക് ഒന്ന് നടക്കും. ആ സമയം പേരൻസൊക്കെ അവിടെ എന്തൊക്കെ ചെയ്യാൻ. അപ്പം ഞാനും ഇവിടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഞാനപ്പം ആ ബോട്ടൊക്കെ കിടക്കുന്ന ഒരേലോട്ട് നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒറ്റയ്ക്കൊക്കെ എടുത്തു. ഇൻസ്റ്റയിൽ പിന്നെ പോസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് വെച്ചത് എല്ലാവരെയും ഇവിടെ ക്യൂ ആയിട്ട് നിർത്തി. ഇനി നമ്മൾ കോറൽ ഐലൻഡിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും വരാൻ പറ. അങ്ങനെ ഞാൻ ഓടി ചെന്നു. ഇനിയിപ്പം നടന്ന് നമ്മൾ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുക. അവിടെ നിന്ന് നമ്മൾ ഇനി കൊണ്ടുപോകും. അപ്പം നടന്ന് പോകുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണാൻ. എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. നല്ലതായിട്ട് വിയർക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട് ഇവിടെ. പാലിലോട്ടൊക്കെ ഇടിച്ച് കിടന്നേനെ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കൊള്ളാമോ? നമ്മളിന്ന് ലൈറ്റ് മേക്കപ്പ് എല്ലാം കുറച്ച് എക്സ്ട്രാ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഐ ഷാഡോ ആൻഡ് കുറച്ച് സ്പാർക്കിളൊക്കെ നമ്മൾ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ലിപ്സ്റ്റിക് ഇട്ടു. കുറച്ച് ലിപ്സ്റ്റിക് എടുത്തു നമ്മുടെ ചീക്സിലും ഇട്ടു. അത്രേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഒന്നല്ല, ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല. കണ്ടിട്ട് ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ അച്ഛനും വരുന്നുണ്ട്. അച്ഛനുമായിട്ടാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ബാക്കി 3 പേരും മുന്നേ അടപ്പുണ്ട്. അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതെല്ലാം ആഡ് ചെയ്യാം ലാസ്റ്റ്. നമുക്ക് ഐലൻഡ് ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ വീഡിയോ ഒക്കെ ഫുള്ള് കാണിക്കാം കേട്ടോ. ഫുൾ വീഡിയോ കാണിക്കാന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാരണം നല്ല ബിസി ആയിരുന്നു. സോ എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ബീച്ച് വെച്ചിട്ടുള്ള ദിവസമൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടില്ലായിരുന്നു. സോ അതാണ് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ അവിടുന്ന് ആ റൂമിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോസ് മാത്രമുള്ളതെന്ന് ഞാൻ കാണിക്കുകയും ചെയ്തു. അപ്പം അതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. അങ്ങനെ നമ്മളെ ബോട്ടിലോട്ട് കയറി ഇരുന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം യാത്ര ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് ഐലൻഡിലോട്ട് എത്താൻ. അപ്പോൾ ഈ ഐലൻഡ് ഇടയ്ക്ക് വെച്ച് തന്നെ ഓരോ പോർട്ട് പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇറക്കിയിട്ട് കുറേ ആക്ടിവിറ്റീസ് അവിടെ നടത്തും. അടുത്ത പോർട്ടിലോട്ട് പോയി അവിടെ ആക്ടിവിറ്റീസ് നടത്തും. അങ്ങനെയാണ് ഇവിടുത്തെ ട്രിപ്പ് ഫുള്ളും. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം ഫസ്റ്റ് ഒരു പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം ഒരു ക്ലാസ്സൊക്കെ എടുത്തു. ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, അവിടെ പാരാ സ്ലൈഡിങ്ങും നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബനാന ബോട്ട് ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, പാരാ സ്ലൈഡിങ് ഉണ്ടായിരുന്നു, സീ വാക്കിംഗ് ഉണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ്ങും അണ്ടർ വാട്ടറിങ്ങും ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ എൻ്റെ ഓരോ അടുത്തപ്പോൾ ചെയ്യാൻ വേണ്ടി പോവാം. ഞങ്ങൾ വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ എന്ന് ഇറങ്ങാമെന്ന് വെച്ചു. പേരൻസ് എല്ലാവർക്കും ഒരു പേടി. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഹാർട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊന്നും ആക്ടിവിറ്റീസിൽ അലൗഡ് അല്ല. സോ ഞാൻ അങ്ങനെ പാരാസ്ലൈഡിങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയേക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എത്ര പറഞ്ഞാലും പറ്റില്ല, ഭയങ്കര ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. അതുപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. നല്ല സ്നേഹമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എനിക്ക് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ അവിടെ മീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം എനിക്ക് ആ ആൾ നിന്ന് പറഞ്ഞു തന്നായിരുന്നു എന്ത് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ഓടി 10 സ്റ്റെപ്സോളം ഒന്ന് ഓടണം. ആദ്യം തന്നെ നിൽക്കരുത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഓടിപ്പോകണം. നിന്ന് കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് കൂൾ ചെയ്യായിരുന്നു. ഒന്നും പേടിക്കില്ല, ടെൻഷൻ അടിക്കേണ്ട, ഈസി ആയിട്ട് സിമ്പിളായിട്ട് അങ്ങ് എടുക്കുക, എൻജോയ് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പാരാസ്ലൈഡിങ് ചെയ്തു. ഫസ്റ്റ് ഭയങ്കര പേടിയുണ്ടായിരുന്നാലും അതിലൊക്കെ ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴേ എന്തോരം എനിക്ക് അറിയില്ല, സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിരുന്നു. പട്ടായ സിറ്റി ഫുൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഞാൻ കാണുക, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പം ഈ ഒരു പോട്ട് ഫുൾ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പം എൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇന്ത്യ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. എനിക്ക് ഇതിൻ്റെ നിന്ന് ഇച്ചിരി നേരം കൂടെ നിന്നാലുണ്ടായിരുന്നു, പക്ഷേ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് വെറുതായിട്ട് അത് തോന്നി. അപ്പം അവിടെ വന്നിട്ട് ഇറങ്ങി ഇവർ നല്ലതായിട്ട് നമ്മൾ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ കൊണ്ട് കാണിച്ച് തന്നിട്ട് വേണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് ഫോട്ടോസൊക്കെ ഇച്ചിരി ഓവർ പ്രൈസ്ഡായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും പറയുന്നത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അല്ലാതെ എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടി. അപ്പം ഞാൻ ആ സന്തോഷം നോക്കൂ. എന്ത് രസമായിരുന്നറിയാമോ. ലൈക്ക് ഈ പട്ടായ സിറ്റി ഫുള്ള് കണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മളത് ചെയ്ത് നോക്കണം. ലൈക്ക് ഇല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ആയി പോയത്. ചെയ്തിരിക്കണം മസ്റ്റ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാതെ പോകരുത്. ഞാൻ ഇപ്പോൾ പറയുക, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. വളരെ രസമായിട്ട് പട്ടായ ഈ തായ്ലൻഡ് ഫുള്ള് കാണാൻ പറ്റുന്ന എന്ത് രസമാണ് നിർത്തി വേണിയിരുന്നുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഇതേ കുറച്ച് മീനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അങ്ങനെ എന്ത് നിങ്ങളെല്ലാം മീനുകളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുമ്പോൾ ഒരുപാട് പേര് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മോശം അപ്പം കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം, ഇത്ര ഒരിക്കലും നല്ല സുന്ദരിയായിട്ട് വെറുതെ അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നവരായിക്കോട്ടെ, ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോയവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നോട് ഇങ്ങനെ സംസാരിച്ച് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി സംസാരിച്ച് കുറേ നേരം. പിന്നെ അതുപോലെ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എത്ര വയസ്സുണ്ട്, നല്ല രസമുണ്ട് കാണാമെന്നൊക്കെ പിന്നെ പറഞ്ഞ് പേടിക്കണ്ട, പെട്ടെന്ന് ഓടിക്കരണം. ഒരു 10 സ്റ്റെപ്പോളം നമ്മളത് എടുക്കുമ്പോൾ തന്നെ ഓടുകയോ ചെയ്യാവുള്ളൂ, നിൽക്കുകയോ ഇല്ലെങ്കിൽ വീഴാൻ പോകുമൊന്നും ചെയ്യല്, കാല് മടക്കമൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് എന്നെ റിലാക്സ് ആക്കി. ഞാൻ ടെൻഷനാവുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പേടിച്ചുകൊണ്ടൊന്നും ആയിട്ടില്ല. നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തു വരാൻ പറ്റും. ലൈഫിൽ ഒരു തവണയെങ്കിലും ചെയ്യണം അത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിഗ്രറ്റ് അടിക്കുമെന്ന് തന്നെ പറയാം. ലൈഫിൽ അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ റിഗ്രറ്റ് എന്ന് ഉദ്ദേശിച്ചത് അത് നമ്മൾ ചെയ്യാതെ പോകുന്ന കാര്യങ്ങളല്ലേ റിഗ്രറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ഇത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് എൻജോയ് ചെയ്യണം, നല്ല നല്ല മെമ്മറീസ് ഒക്കെ വേണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ കയറണം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കുറേ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ ആണ്. ഇനിയിപ്പോൾ അടുത്ത് പോകുന്നത് സീ വാക്കിങ്ങിലോട്ടാണ്. അപ്പം നമ്മൾ അണ്ടർ വാട്ടറിൽ ഫുൾ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനുകൾക്ക് തീറ്റി കൊടുക്കാം. അങ്ങനെ അവിടെ ചെന്ന് എത്താറായി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടോട്ടാണ് എന്നെ ഇറക്കി വിടുന്നത്. ബാക്കി പേരൻസ് എല്ലാം കോറൽ ഐലൻഡിലോട്ട് പോകും. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി വിട്ടു. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ പേരൻസിൻ്റെ കയ്യിലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ അവരെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എമൗണ്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് എന്തൊരു ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് അതിൻ്റെ തൊട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെയിറ്റുള്ള സാധനമാണ് തലയിലോട്ട് എടുത്ത് തരുന്നത്. അതുപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ആ ഒരു പ്രഷർ വേരിയേഷൻ കാരണം എനിക്ക് മുഖം പൊട്ടിപ്പോകുന്ന കണക്കത്തെ വെയിനായിരുന്നു. പക്ഷേ ആ താഴത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകളും ആ ഒരു ഹാപ്പിനെസ് കാരണം ആ വേദനയും ഞാൻ മറന്നുപോയി. അങ്ങനെ ഇത് ഇവിടെ കോറലൈനിൽ നിന്ന് ഇത് പച്ചനെടുത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ വരുന്ന ഐലൻഡ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരുപാട് മലയാളീസുകളെ കണ്ടു. ഞാൻ ഓർക്കുകയും ചെയ്തു മലയാളികളൊന്നും അധികം കാണുന്നില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ അണ്ടർ വാട്ടറിലോട്ടൊക്കെ പോകാൻ വേണ്ടി എൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ മലയാളീസ് ആയിരുന്നു. 2 കപ്പിൾസൊക്കെ ആയിരുന്നു. അവരായിട്ടൊക്കെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്തു. ഇപ്പോഴത്തെ അച്ഛനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിക്കുവാണ് ഇൻസ്റ്റയിലൊക്കെ റീലിടാൻ. എന്നിട്ട് ഞാൻ കുറച്ച് ചീത്തയും പറയുന്നുണ്ടായിരുന്നു അച്ഛനെ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം. പാവം എനിക്ക് സങ്കടം വന്നിട്ടോ. എനിക്ക് എടുത്തു തരാൻ വേണ്ടി നല്ല ഹാപ്പി ആയിട്ട് വന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഫൈനലി അവസാനം എങ്ങനെയൊക്കെ നല്ലൊരു വീഡിയോ കിട്ടി. അത് ഞാൻ എൻ്റെ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ചു. അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് വന്നു കുറച്ച് നേരം ഇവിടെ ഇരിക്കുവാണ്. എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അച്ഛനെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നു. വെള്ളത്തിൽ ഒരുപാട് കളിച്ചില്ല, നല്ല വെയിലുണ്ടാണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെയിൽ. അപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അവർ പറഞ്ഞ് 12:15 ഫുഡാണ്. ഞാൻ അണ്ടർ വാട്ടറിൽ പോയിട്ട് വരുവാണ്. അവിടെ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പം ഇവരൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. സോ ഞാൻ പോയി ചെയ്തിട്ടൊക്കെ വന്നു. നല്ല പ്രഷർ വേരിയേഷൻ വന്നു കേട്ടോ. എനിക്ക് ചെവിയും മുഖമൊക്കെ ഭയങ്കര വേദനയായിരുന്നു അണ്ടർ വാട്ടറിലോട്ട് ഇറങ്ങിയ സമയത്ത്. ബട്ട് അടിയിലോട്ട് പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വാട്ടറും ഫിഷും അതെല്ലാം നല്ല ഭംഗിയായിരുന്നു. ആ ഒരു ഏരിയ ഭയങ്കര ക്ലിയർ വാട്ടർ ആണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വലിയ വെയിറ്റുള്ള ആ ഒരു തലയിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ കാരണമാണോന്ന് എനിക്കറിയില്ല. സ്റ്റിൽ കൊള്ളായിരുന്നു. പക്ഷേ പാരാഗ്ലൈഡിങ് ഭയങ്കര സൂപ്പറായിരുന്നു. വളരെ സൂപ്പറായിരുന്നു. പറയാതിരിക്കാൻ പറ്റുന്നില്ല. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. ഈ ഏരിയയിൽ ഇതുപോലെ
ഒരുപാട് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെന്ത് ഇവിടെ ഇരിക്കുന്ന ബീച്ചിൽ ഭയങ്കര വെയിലാണ്. ഞാൻ റീലെടുത്ത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ കളിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുന്നപ്പോൾ ഈ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഞാനിത് വെള്ളത്തിലൊക്കെ കുറേ നേരം അവിടെ കിടന്ന് കളിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ കൂടെ നടന്ന എൻ്റെ വീഡിയോസ്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് എനിക്ക് എടുത്തു തന്നു. ഒന്നും ഒരു കുറ്റവും പറയാതെ എടുത്തു തന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ അകത്തോട്ട് കാണിക്കുന്നത്. അപ്പോൾ ബീച്ചിൽ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു തായ്ലൻഡ് സീരീസിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിന് പോവുകയാണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ ലഞ്ചാണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരൊരു QR വെക്കും, അവിടെ നമുക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു വന്നാൽ അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും പോകാനായിട്ട് നമുക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ടെമ്പിൾ ഞാൻ ചെന്നപ്പോഴും അത് ശ്രദ്ധിച്ചു. തിരിച്ചതിനകത്ത് ഒരു പൈററ്റ് ഷിപ്പൊക്കെ കിടപ്പുണ്ട്. അതൊന്നും അവിടോട്ടൊന്നും നിർത്തുമെന്ന് തോന്നില്ല. അപ്പോൾ തിരിച്ചു വന്നു. ഇനി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പോൾ പിക്ക് ചെയ്ത് നമ്മളെ തിരിച്ച് ആ ഒരു ഹോട്ടലിലോട്ട്, നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ടല്ല, വേറെ എവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ചെന്ന് ഇറക്കി. ഇന്ത്യൻസൊക്കെ അവർക്ക് അവിടെ ഫുഡ്, ചൈനീസ് ആൾക്കാർക്ക് മേളിൽ ഫുഡ്, അങ്ങനെ ഒരുപാട് കൺട്രീസിൻ്റെ ആൾക്കാർക്ക് അവിടെ ഇവിടെ ആയിട്ട് ഫുഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഹോട്ടലിലാണ് ഫുഡ്. അപ്പോൾ ഇവിടെ ഒരു നാനും ചിക്കൻ കറിയായിരുന്നു ഫുഡ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോകണം. ആ QR ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടും. റൂമിലെത്തിയപ്പോഴത്തെ സ്വിമ്മിംഗ് പൂൾ യൂസ് ആക്കിയിട്ടില്ലല്ലോ. ഇന്നത്തെ ദിവസം കൂടെ ഉള്ള ഈ ഹോട്ടലിൽ. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ യൂസ് ആക്കാമെന്ന് വെച്ചിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാം. നല്ല വലിയ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ നമുക്ക് അത് യൂസ് ആക്കാനാവാൻ തോന്നത്തില്ലല്ലോ. അപ്പം അതിലൊക്കെ ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് വന്ന് വെച്ച് ഓൾറെഡി വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല ക്ഷീണിച്ച് വന്നേക്കുക. പനി പിടിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ മെമ്മറീസ് ജീവിതകാലം മൊത്തമുള്ളതല്ലേ. 2 പനി പിടിച്ചാലും കുഴപ്പമില്ല. അത്രയും നല്ല മെമ്മറീസ് ലൈഫിലുള്ളത് നല്ലതുകൊണ്ട് അതുകൊണ്ട് എൻജോയ് ചെയ്യാമെന്ന് വെച്ചു. പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ഹോട്ടലിലെ സർവീസ് ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ഹോട്ടലായിരുന്നു. അവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, സ്നേഹമായിരുന്നു. ഇനിയിപ്പോൾ അൽക്കാസർ ഷോ തുടങ്ങാൻ വേണ്ടി കുറച്ച് ടൈമുണ്ട്. ഒരു 6:30 നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈം. അപ്പം അതിന് മുമ്പായിട്ടൊരു 30 minutes, 6 o'clock ആകുമ്പോൾ ആൾ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് ഈ പൂളിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്ന വെച്ചു. അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിന് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഫുൾ എൻജോയ് ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് റൂമിൽ ഫ്രിഡ്ജുണ്ട്. പിന്നെ നമുക്ക് ചായ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷുഗർ, കോഫി, ടീ, പിന്നെ മിൽക്ക് പൗഡർ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കോഫിയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി വേണമെന്ന് ചോദിച്ചാൽ അവർ കൊണ്ട് തരികയും ചെയ്യും കേട്ടോ. നല്ല ടീ ഒക്കെ ആയിരുന്നു. ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് നല്ല സുഖമായിട്ടുള്ള ഒരു ബെഡ്, ഒരു സിംഗിൾ ബെഡ് ആൻഡ് ഒരു ഡബിൾ ബെഡും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈവനിങ് നമ്മളിപ്പോൾ ആൾ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ കൂടെയാണ്, ഈ അങ്കിളായിരുന്നു കൂടുതലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്കിളായിട്ട് ഇനിയിപ്പം അൽക്കാസർ ഷോ കാണാൻ വേണ്ടി സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പം ഷോ എന്ന് പറയുന്നത് മറ്റേ ലേഡി ബോയ്സ് എന്നൊക്കെ പറയില്ലേ, അവരാണ് മെയിൻലി അതിനകത്തുള്ളത്. എനിക്ക് ബാക്കി ലേഡീസായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. എല്ലാവരും അതൊക്കെ തന്നെ ആയിരുന്നു തോന്നുന്നു, ലേഡി ബോയ്സ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ പോലെ അങ്കിൾ കാണിച്ചു തരും. അപ്പോൾ പറഞ്ഞു തരുവാനും തിരിച്ച് വരുന്ന വഴിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് ഗ്രാബ് വിളിച്ച് പോകാം. ഗ്രാബ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഊബർ പോലെ വിളിച്ച് വേണം പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്കിൾ നേരെ ഹോട്ടലിലോട്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. ഇതൊരു ചെറിയ മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഒരു ജൈൻ വീലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ ജൈൻ വീലാണ്. ഇത് കാണുന്ന പോലെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോ നടക്കുന്ന ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോ ആയിരുന്നു. എനിക്ക് എൻ്റെ ഈ തായ്ലൻഡ് സീരീസിൽ ഈ ഡേ ഭയങ്കര ഭംഗിയാൻ ഒരു വലിയ മെമ്മറീസ് തന്നിട്ടുള്ളൊരു ഷോ തന്നെയായിരുന്നു, ഒരു ഡേ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കൊടി കണ്ടപ്പോൾ ഒരു ഭയങ്കര വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഷോ നടക്കുന്ന ഏരിയയിലോട്ട് വന്നു. നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഇരിക്കണം. അപ്പം ഷോ തുടങ്ങിയിട്ടുണ്ട്. വളരെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, കണ്ണിനൊരു കുളിർമലേക്ക് എന്ത് കാണുന്നത് എന്നൊരു മനസ്സിൽ ഭയങ്കര സന്തോഷം തന്നൊരു ഷോ. ഇത്രയും കഴിവ് ആൻഡ് ഇത്രയും ഭംഗിയുള്ള ആൾക്കാരാണ് ഇത് നടത്തുന്നത്. എന്ത് ഭംഗിയായിട്ട് ആ ഡാൻസ് ആയിക്കോട്ടെ, ഓരോ സ്റ്റെപ്സ് ആയിക്കോട്ടെ, എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര കറക്റ്റ്, എന്തുമാത്രം എഫേർട്സ് അവരിടുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് ലാസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നതിലേക്ക് അത്ര എഫേർട്സ് അവരിടുന്നുണ്ട്. ആ എഫേർട്സിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് എന്തുമാത്രം ഒരു സന്തോഷവും ഉണ്ട്, ഹാപ്പിനെസ് കാരണമൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഒത്ര ഒരു വൺ അവർ കഴിഞ്ഞത് അറിഞ്ഞ പോലെ കേട്ടോ. ഒരു 1 hour ഭയങ്കര മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോ എന്ന് വേണം പറഞ്ഞായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും
സന്തോഷം തന്നിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിരുന്ന് എന്ത് ഭംഗിയാണ് ലേഡീസിനെ കാണാൻ, എന്തൊരു ഭംഗിയാണ്, മുഖത്തോട്ട് നോക്കി ഇരുന്ന് പോകും നമ്മളിങ്ങനെ. ആ ഷോ അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. മെയിൻ കഥാപാത്രങ്ങളായിക്കോട്ടെ, ആ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും വളരെ ഭംഗിയായിട്ട് അത് നടത്തുന്നുണ്ടായിരുന്നു. ഈ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു ഹാഫ് അവർ, ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരു ഹാഫ് അവറിൽ നടന്ന കാര്യങ്ങളാണ്. ബാക്കി ഹാഫ് അവർ എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളിലെ സോങ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് ഇവർ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഷോ ഇത്രയും കാണിച്ചു, ഹാഫ് അവറിലെ ഷോ മൊത്തം കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഷോസ് എടുക്കല്ലേ എന്ന് പറഞ്ഞ് അവർ ഒരു ബോർഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷോ എല്ലാം കഴിഞ്ഞിറങ്ങി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ ഒരു ഷോ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കിവിടുന്ന് പോകണമെന്നില്ലായിരുന്നു, ഇനിയും കുറേ കാണണമെന്ന് തോന്നിയ ഷോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്കിനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. നമ്മൾ ജസ്റ്റ് റൂമിലോട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ സാർ ഷോ കഴിഞ്ഞിട്ട് ഇവിടെ റൂമിലോട്ട് വന്നിട്ടൊന്ന് ഫ്രഷൊക്കെ ആവാമെന്ന് വെച്ചിട്ട്, ഫ്രഷ് എല്ലാം ഒന്ന് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ട്രീറ്റിൽ എവിടെയെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ഫുഡ് നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇങ്ങോട്ട് കയറിയതാണ്, ജസ്റ്റ് ഇവിടോട്ട് കയറിയപ്പോൾ ഇവിടെ ഫുഡ് നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പല്ല. അപ്പം വേറൊരു ഷോപ്പിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ഫുഡായിരുന്നു, കാണാൻ ഭംഗിയുണ്ടായിരുന്നില്ല. അപ്പം ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു ജ്യൂസും ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് ചെന്നു. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് 3 days കഴിഞ്ഞ് കാണുന്നതാണ്. ബൈ ബൈ.